പ്രണയമഴ ഭാഗം 7. എന്നെ കാണാൻ വേണ്ടിയാണോ നിന്റെ പേര് പറഞ്ഞു വരുന്നത് എന്നൊരു ഡൗട്ട്. അത് കേട്ട് ഭദ്രയ്ക്ക് ചിരി വന്നു. നീ ചിരിക്കണ്ട, സംഗീത പറഞ്ഞു. അയാളുടെ സംസാരത്തിനും നോട്ടത്തിനും എനിക്ക് വേറൊരു മീനിങ് തോന്നി. ഞാൻ ട്രാൻസ്ഫർ ആണെന്ന് പറഞ്ഞപ്പോ അയാളുടെ മുഖം പെട്ടെന്ന് മാറി. അപ്പൊ എനിക്ക് ഉറപ്പായി. ഭദ്ര ചിരിച്ചുകൊണ്ട് തല കുലുക്കി. എന്തായാലും നോക്കാം, സംഗീത പറഞ്ഞു. ഇനി എന്നെ വിളിക്കുമോ എന്ന് നേരെ കാണണ്ടല്ലോ. അല്ല സംഗീത, ഇനി രവി സാറ് ട്രാൻസ്ഫർ വാങ്ങി കോഴിക്കോട്ടേക്ക് വരുവോ? ഭദ്ര കളിയാക്കി ചോദിച്ചു. വരുവോ? ആ വരട്ടെ, സംഗീത ചിരിച്ചു. എന്തായാലും ഞാൻ വന്ന ഉടനെ ഹോസ്പിറ്റലിലേക്ക് വരും. നിന്നെ കണ്ടിട്ടേ പോകൂ, കേട്ടോ? ശരി, ഭദ്ര ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു. ഫോൺ കട്ട് ചെയ്തതും ഭദ്ര കുറച്ചുനേരം അതേ ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്നു. പുറത്ത് മഴ പെയ്ത് കഴിഞ്ഞതിന്റെ തണുത്ത കാറ്റ് ജനാലയിലൂടെ അകത്തേക്ക് വീശുന്നുണ്ടായിരുന്നു. ആ കാറ്റിൽ അവളുടെ മുടിയിഴകൾ പതിയെ പറന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം അവളുടെ മനസ്സിൽ ചെറിയൊരു സമാധാനം തോന്നി. സംഗീതം വരുന്നു. ഇനി ഈ നഗരത്തില് താൻ പൂർണ്ണമായും ഒറ്റയ്ക്കല്ല. അവൾ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് ഫോൺ ടേബിളിലേക്ക് വെച്ചു. അപ്പോഴാണ് വാർഡിന്റെ പുറത്തു നിന്ന് പരിചിതമായ ശബ്ദം കേട്ടത്. സിസ്റ്റർ. ഡോക്ടർ റൗൺസിന് ഇറങ്ങി. അത് കേട്ടതും ഭദ്ര വേഗം ഫയലെടുത്തു. പക്ഷെ ഹൃദയം അറിയാതെ ഒന്ന് വേഗത്തിൽ ഇടിക്കുകയായിരുന്നു. കാശി സാറ്. ഇപ്പോ അവന്റെ മുന്നിൽ നിൽക്കുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത അവൾക്കുണ്ടായിരുന്നു. അവൻ പറഞ്ഞ വാക്കുകൾ, ആ കണ്ണുകളിലെ ദേഷ്യം അവളെ ഇന്നും വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. അവൾ ഫയലുമായി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും കോറിഡോറിൽ നേഴ്സെല്ലാം റൗണ്ട്സിനായി നിൽക്കുകയായിരുന്നു. കൂടെ ജൂനിയർ ഡോക്ടർമാരും. അവരുടെ മുന്നിൽ കാശിയും. മുഖം പതിവ് പോലെ ഗൗരവം നിറഞ്ഞത്. ഭദ്രയെ കണ്ടതും അവൻ ഒരു നിമിഷം നോക്കി. പിന്നെ ഉടൻ തന്നെ മുഖം മാറ്റി. എന്നാൽ ഭദ്ര കയ്യിലെ ഫയലിലേക്ക് തന്നെ നോക്കി നിന്നു. റൗണ്ട്സ് തുടങ്ങി. കാശി ഓരോ പേഷ്യൻസിനോടും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. മെഡിസിൻസ് ചേഞ്ച് പറയുകയും നോട്ട്സ് പറയുകയും ചെയ്തു. അത് കൂടെയുള്ള ജൂനിയർ ഡോക്ടർ എഴുതുകയും ചെയ്തു. ഭദ്ര മിണ്ടാതെയെല്ലാം ഫോളോ ചെയ്തു. പക്ഷേ അവൾ അടുത്തെത്തുമ്പോഴും കാശിയുടെ മുഖത്ത് ഒരു അസ്വസ്ഥത കാണാമായിരുന്നു. അത് ശ്രദ്ധിച്ചിട്ടും അവളൊന്നും ചോദിച്ചില്ല. അവസാനം അവർ അപ്പച്ചന്റെ ബെഡിന്റെ അടുത്തെത്തി. മോളെ, ഇന്നെന്താ നീ മിണ്ടാതിരുന്നേ? അപ്പച്ചൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഭദ്രയും ചെറുതായൊന്ന് ചിരിച്ചു. ഒന്നുമില്ല അപ്പച്ച. അവരുടെ സംസാരം കേട്ടുകൊണ്ടിരുന്ന കാശിയുടെ മുഖം ഒരു നിമിഷം ശാന്തമായി. അവൻ പേഷ്യന്റ് ചാർട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അപ്പച്ചൻ വീണ്ടും പറഞ്ഞത്. ഈ മോളെ കണ്ട എനിക്ക് എന്റെ കൊച്ചിന് ഓർമ്മ വരും. ആ വാക്കുകൾ കേട്ട നിമിഷം കാശിയുടെ കൈ ഒന്ന് നിശ്ചലമായി. അവൻ പതിയെ തല ഉയർത്തി ഭദ്രയെ നോക്കി. ആ കണ്ണുകളിൽ ചെറിയൊരു നീർത്തിളക്കം അവൻ കണ്ടു. അവൻ നോക്കുന്നത് കണ്ടതും ഭദ്ര കണ്ണു മാറ്റി. റൗണ്ട്സ് കഴിഞ്ഞതും എല്ലാവരും പുറത്തേക്കിറങ്ങി. ഭദ്ര ഫയൽ അടച്ചു. നേഴ്സിംഗ് സ്റ്റേഷനിലേക്ക് നടക്കുമ്പോഴാണ് പിന്നിൽ നിന്നും ആരോ വിളിച്ചത്. ഭദ്ര. ആ ശബ്ദം കേട്ടതും അവൾ പതിയെ തിരിഞ്ഞു നോക്കി. കാശി. അവൻ അവളെ നോക്കി നിൽക്കുകയായിരുന്നു. മുഖത്ത് പതിവ് ഗൗരവം തന്നെയായിരുന്നു. പക്ഷെ കണ്ണുകളിൽ ഇന്നലെ ഉണ്ടായിരുന്ന അത്ര ദേഷ്യം ഇല്ലായിരുന്നു. ഭദ്ര. കാശിയുടെ ശബ്ദം വീണ്ടും കേട്ടതും അവൾ പതിയെ അവന്റെ അടുത്തേക്ക് നടന്നു. എന്തുകൊണ്ടോ അവന്റെ മുഖത്തേക്ക് നേരെ നോക്കാൻ അവൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. ആ കോറിഡോറിൽ ഇപ്പോഴും ആന്റിസെപ്റ്റിക്കിന്റെ മണം നിറഞ്ഞു നിന്നിരുന്നു. അവൾ അടുത്തേക്ക് ചെന്നു. അപ്പച്ചന്റെ കാര്യത്തില് കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം. കാശി ഫയൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഹാർട്ട് ബീറ്റ് ഇടയ്ക്ക് കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. സ്ഥിരമല്ല. അതെ സർ, ഞാൻ ശ്രദ്ധിച്ചിരുന്നു സർ. ഹാർട്ട് ബീറ്റ് ഇടയ്ക്കിടെ ചെക്ക് ചെയ്യണം. മെഡിസിൻസിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. കുറച്ച് കെയർ കൂടുതൽ കൊടുക്കണം. കേസ് അത്ര സിമ്പിൾ അല്ല. ശരി സർ, അവൾ പതിയെ പറഞ്ഞു. കാശി ഒരു നിമിഷം അവളെ നോക്കി നിന്നു. പിന്നെ എന്തോ പറയാൻ വന്നതുപോലെ തോന്നിച്ചെങ്കിലും ഒന്നും പറയാതെ തിരിഞ്ഞു നടന്നു. അവൻ പോയതും ഭദ്ര പതിയെ ഒരു ദീർഘനിശ്വാസം വിട്ടു. എന്താണെന്നറിയില്ല, അവൻ അടുത്തുണ്ടാവുമ്പോഴേക്ക് ഹൃദയം അസ്വസ്ഥമാകുന്ന പോലെ. അവൾ വീണ്ടും അപ്പച്ചന്റെ റൂമിലേക്ക് നടന്നു. അവിടെ എത്തിയതും അപ്പച്ചൻ മുഖമേർപ്പിച്ച് കിടക്കുകയായിരുന്നു. അത് കണ്ടതും ഭദ്രയ്ക്ക് ചിരി വന്നു. എന്താ അപ്പച്ച, പിണങ്ങിയിരിക്കാണോ? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പിന്നല്ലാതെ, ഞാൻ മര്യാദയ്ക്ക് വീട്ടിലിരിക്കായിരുന്നില്ലേ? വെറുതെ എന്നെ പിടിച്ചു കൊണ്ടുവന്ന് ഈ ഹോസ്പിറ്റലിൽ കിടത്തി. അദ്ദേഹത്തിന്റെ പരിഭവം കേട്ട് ഭദ്ര ചിരിച്ചു. അതുകൊണ്ടല്ലേ എനിക്ക് അപ്പച്ചനെ പരിചയപ്പെടാൻ പറ്റിയത്? അവൾ ചോദിച്ചു. അതും ശരിയാ, അപ്പച്ചൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ കുറച്ചുനേരം അവളെ നോക്കി നിന്ന ശേഷം പെട്ടെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യ്, മോള് ഞങ്ങളുടെ കൂടെ പോര്, അപ്പച്ചൻ പറഞ്ഞു. ഭദ്ര അത് കേട്ട് അമ്പരന്നു. അടുത്ത് നിന്നിരുന്ന നേഴ്സ് അത് കേട്ട് ചിരിച്ചു. അതെ അതെ, അങ്ങനെയാണെങ്കിൽ ഇവള് ആദ്യം പോകേണ്ടതേ ആ കണ്ണന്റെ കൂടിയാ, സിസ്റ്റർ പറഞ്ഞു. ഏത്, ആ ഹാർട്ട് മാറ്റിവെച്ച കുട്ടിയോ? അപ്പച്ചൻ ചോദിച്ചു. അതെ, ഇവളുടെ പിന്നാലെ നടന്നത് കണ്ടില്ലേ? ഭദ്രയുടെ പെറ്റായിരുന്നു, അവൾ കളിയാക്കി പറഞ്ഞു.
ഭദ്ര ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിലും ഈ മോളെ ആർക്കാ ഇഷ്ടപ്പെടാതിരിക്കുക? അപ്പച്ചൻ സ്നേഹത്തോടെ പറഞ്ഞു. ആ വാക്കുകൾ കേട്ട നിമിഷം വാതിക്കൽ നിന്നിരുന്ന കാശിയുടെ മുഖം ഒന്ന് മാറി. ആരും അത് ശ്രദ്ധിച്ചില്ല. അവൻ റൗണ്ട്സ് കഴിഞ്ഞ് പോകുന്നതിനിടയിൽ അവിടെ എത്തി നിന്നതായിരുന്നു. എന്നൊരു കാര്യം ചെയ്യപ്പച്ച, അപ്പച്ചന് കല്യാണം കഴിക്കാത്ത മക്കളുണ്ടെങ്കിലേ ഭദ്രയെ കെട്ടിച്ചു കൊടുക്കാം. മതമൊന്നും പ്രശ്നമല്ലെങ്കിൽ നല്ല കാര്യമല്ലേ? ആ നേഴ്സ് വീണ്ടും കളിയാക്കി. അത് കേട്ടതും അപ്പച്ചൻ ചിരിച്ചു. പക്ഷെ ആ ചിരി പെട്ടെന്ന് തന്നെ മങ്ങി. അദ്ദേഹത്തിന്റെ ശബ്ദം മൃദുവായി. എനിക്ക് മൂന്ന് ആൺമക്കളാ. മൂത്തവൻ വിദേശത്താ. ബാക്കി രണ്ടുപേര് ഇവിടെ ബിസിനസ് നോക്കുന്നു. അദ്ദേഹം ഒന്ന് നിർത്തി. ഒരാളുടെ വിവാഹം കഴിഞ്ഞതാ. പക്ഷേ ആ ശബ്ദത്തിൽ വേദന നിറഞ്ഞു. അവന്റെ ഭാര്യ അവനെ വിട്ടുപോയി. വേറൊരു ബന്ധമുണ്ടായിരുന്നു ആ കുട്ടിക്ക്. അത് കേട്ട നിമിഷം ഭദ്രയുടെ ഹൃദയം ഒന്ന് വിങ്ങി. അവളുടെ മനസ്സിലേക്ക് ശ്യാമിന്റെ മുഖം മിന്നൽ പോലെ കടന്നു വന്നു. വഞ്ചന, അവഗണന, അപമാനം, കരഞ്ഞ രാത്രികൾ എല്ലാം വീണ്ടും വീണ്ടും അവളെ വേദനിപ്പിച്ചു. അവൾ പെട്ടെന്ന് മുഖം തിരിച്ചു. ഞാനിപ്പോ വരാം. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൾ വേഗം പുറത്തേക്ക് നടന്നു. ഇതെന്തു പറ്റി ഭദ്രമോൾക്ക്? അപ്പച്ചൻ ആശങ്കയോട് ചോദിച്ചു. അറിയില്ല അപ്പച്ച, ആ നഴ്സ് പതിയെ പറഞ്ഞു. എന്തോ വിഷമമുണ്ടെന്ന് തോന്നുന്നു. അവളും ഭദ്ര പോയ ദിശയിലേക്ക് നടന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് വാതിക്കൽ നിൽക്കുന്ന കാശിയുടെ മുഖവും മങ്ങിപ്പോയിരുന്നു. ടീച്ചറമ്മ പറഞ്ഞ ഭദ്രയുടെ ജീവിതവും അവളുടെ ഡിവോഴ്സ്, അവൾ അനുഭവിച്ച വേദന, അതെല്ലാം അവൻ അറിയാമായിരുന്നു. കാശി പതിയെ കണ്ണുകൾ അടച്ചു. പിന്നെ ഒരു ദീർഘനിശ്വാസത്തോടെ അവൻ അവിടെ നിന്നും നടന്നു. ഭദ്ര നേരെ നഴ്സിംഗ് റൂമിലേക്ക് നടന്നു. അവളുടെ മനസ്സ് ഇപ്പോൾ അസ്വസ്ഥമായിരുന്നു. അപ്പച്ചൻ പറഞ്ഞ വാക്കുകളും അതിനൊപ്പം മനസ്സിലേക്ക് കയറിയെത്തിയ പഴയ ഓർമ്മകളും അവളെ ഒന്ന് തളർത്തിയിരുന്നു. അവൾ പതിയെ കസേരയിലേക്ക് ഇരുന്നു. മുന്നിലെ ഫയൽ തുറന്നെങ്കിലും അക്ഷരങ്ങൾ ഒന്നും കണ്ണിൽ പതിയുന്നില്ലായിരുന്നു. അപ്പോഴായിരുന്നു പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തത്. ഭദ്ര ഞെട്ടി ഫോൺ എടുത്തു. കാശിയുടെ ക്യാബിനിൽ നിന്നായിരുന്നു കോള്. ഹലോ ഡോക്ടർ, ആ മരിയ സിസ്റ്ററെ ഒന്നിങ്ങോട്ട് വിട്. കാശിയുടെ ശബ്ദം പതിവിനേക്കാൾ കടുപ്പമുള്ളതായിരുന്നു. മരിയ സിസ്റ്ററിനോട് ക്യാബിനിലേക്ക് വരാൻ പറയ്. അതിനൊപ്പം മറ്റൊരു പേഷ്യന്റിന്റെ ഡീറ്റെയിൽ കൂടി അവൻ ചോദിച്ചു. ഭദ്ര ഫയൽ നോക്കി എല്ലാം പറഞ്ഞു കൊടുത്തു. അവൾ സംസാരിക്കുമ്പോൾ കാശി ശ്രദ്ധിച്ചിരുന്നു. അവളുടെ ശബ്ദത്തില് ഒരു മാറ്റം ഉണ്ടായിരുന്നു. എന്തോ ഇടറിയ സ്വരം. അവൻ കുറച്ചുനേരം മിണ്ടാതെ നിന്നു. പിന്നെ പതിയെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് മറക്കണ്ട. മരിയ സിസ്റ്ററോട് എന്റെ ക്യാബിനിലേക്ക് വരാൻ പറയണം. അതും പറഞ്ഞ് കോള് കട്ട് ചെയ്തു. ഭദ്ര ഫോൺ താഴേക്ക് വെച്ചപ്പോൾ അവൾക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നി. അതേസമയം കാശി ക്യാബിനിൽ ചെയറിലേക്ക് ചാരിയിരിക്കുകയായിരുന്നു. മുഖം മുഴുവൻ വലിഞ്ഞു മുറുകിയിരുന്നു. അവന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും കേൾക്കുന്നത് അപ്പച്ചൻ പറഞ്ഞ വാക്കുകളായിരുന്നു. കല്യാണം കഴിക്കാത്ത മക്കളുണ്ടെങ്കിൽ ഭദ്രയെ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു. അതോടൊപ്പം മീരയുടെ കളിയാക്കലും. അവൻ ദേഷ്യത്തോടെ ടേബിളിൽ ഇരുന്ന പെണ്ണെടുത്ത് വീണ്ടും താഴേക്കിട്ടു. അപ്പോഴാണ് ഡോറിൽ നോക്ക് കേട്ടത്. മേ ഐ കമിങ് സർ? കം. അകത്തേക്ക് വന്നതും മരിയ സിസ്റ്റർ ആയിരുന്നു. അവൾ അകത്തേക്ക് കയറിയതും കാശി അവളുടെ മുഖത്തേക്ക് നോക്കി. സിസ്റ്റർ ഇവിടെ എന്തിനാ ജോലിക്ക് വരുന്നത്? പെട്ടെന്നുള്ള ചോദ്യം കേട്ട് അവൾ ഞെട്ടി. എന്താ ഡോക്ടർ? ഇവിടെ ജോലി ചെയ്യാനാണോ വരുന്നത്, അല്ലെങ്കിൽ കല്യാണ ബ്രോക്കർ പണിക്കാണോ? കാശിയുടെ ശബ്ദം ഉയർന്നു. മരിയ ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി നിന്നു. ജോലിക്ക് വന്നാൽ ജോലി ചെയ്യണം, അല്ലാതെ മറ്റുള്ളവരുടെ കല്യാണം നടത്തി കൊടുക്കുകയല്ല വേണ്ടത്, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ഈ ജോലി റിസൈൻ ചെയ്ത് പോകാം. മരിയയുടെ മുഖം വിളറി. കാശി സാധാരണ സ്ട്രിക്റ്റ് ആണെങ്കിലും പലരോടും ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും അവളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ആദ്യമായിട്ടായിരുന്നു. ഡോക്ടർ, ഞാൻ ഇനഫ്. അവൻ കൈ ഉയർത്തി നിർത്തിച്ചു. ഇനി ഇതുപോലെ എന്തെങ്കിലും ഞാൻ കേട്ടാ പിന്നെ സിസ്റ്റർ ഇവിടെ ജോലി ചെയ്യണമെന്നില്ല. അതും പറഞ്ഞ് ഡോറിലേക്ക് വിരൽ ചൂണ്ടി. നൗ യു ക്യാൻ ലീവ്. മരിയ ഭയന്ന് തല കുലുക്കി. പിന്നെ ഒന്നും പറയാതെ വേഗം പുറത്തേക്കിറങ്ങി. ക്യാബിനിൽ നിന്നും ഇറങ്ങിയതും അവളുടെ ഹൃദയം ഇപ്പോഴും ശക്തമായി മിടിക്കുകയായിരുന്നു. ഇത് എന്ത് സംഭവമാ? സ്വയം പറഞ്ഞുകൊണ്ട് അവൾ നേഴ്സിംഗ് റൂമിലേക്ക് നടന്നു. അവിടെ ഭദ്ര ഫയൽ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനാ സാറ് വിളിച്ചത്? ഭദ്ര ചോദിച്ചതും മരിയ ചെയറിലേക്ക് വീണതുപോലെ ഇരുന്നു. ആർക്കറിയാം, നിന്നോട് പറഞ്ഞ കാര്യം കേട്ടോ എന്തോ. എന്താ? കല്യാണ ബ്രോക്കർ പണിക്കാണോ വരുന്നതെന്ന് ചോദിച്ചു. ആണെങ്കില് ജോലി റിസൈൻ ചെയ്യാൻ പറഞ്ഞു. ഭദ്രയുടെ കണ്ണുകൾ വലുതായി. അയ്യോ! പെട്ടെന്ന് അവൾക്ക് അപ്പച്ചന്റെ റൂമിലുണ്ടായ സംഭാഷണം ഓർമ്മ വന്നു. ഞാനല്ലേ അപ്പച്ചന്റെ അടുത്ത്? ഈ സാറ് എവിടെയൊക്കെയാണാവോ ക്യാമറ വെച്ചിരിക്കുന്നത്? ഒന്ന് മിണ്ടാൻ പോലും പറ്റാത്തൊരു അവസ്ഥയാണല്ലോ. മരിയെ പറഞ്ഞുകൊണ്ട് ആലോചന പോലെ ഇരുന്നു. അയ്യോ, കാശി സാറ് കേട്ടോ?
അവൾ പേടിയോടെ ചോദിച്ചു. അപ്പോഴാണ് അടുത്തിരുന്ന മറ്റൊരു സിസ്റ്റർ ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, ക്യാമറ ഒന്നും വേണ്ട സിസ്റ്ററെ, നിങ്ങളൊന്ന് ചുറ്റും നോക്കിയാൽ മതി. നിങ്ങൾ അപ്പച്ചന്റെ അടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാശി സാറ് അവിടെ ഉണ്ടായിരുന്നു. എവിടെ? ഞങ്ങൾ കണ്ടില്ലല്ലോ, മരിയ ഞെട്ടി പറഞ്ഞു. ആ, കാണാൻ പറ്റില്ല, പക്ഷേ അങ്ങരെല്ലാം കേട്ടു. അവർ ചിരിച്ചു. ഇന്ന് വഴക്കില് ഒതുക്കിയത് നന്നായി. എന്തൊരു ദേഷ്യായിരുന്നു ആ സമയത്ത്. മുഖത്ത് നോക്കാൻ പോലും പേടി തോന്നും. മരിയ നെഞ്ചത്ത് കൈവച്ചു. നീ എനിക്ക് കുറച്ച് വെള്ളം താ. ഭദ്ര വേഗം ബോട്ടിലെടുത്തു കൊടുത്തു. വെള്ളം കുടിച്ച ശേഷം, ഇനി ഞാൻ സിബിട്ട പോലെ വായ അടച്ചിരിക്കുക. മരിയ കൈ ചുണ്ടിൽ വെച്ച് കാണിച്ചു. അത് കേട്ട് എല്ലാവരും ചെറുതായി ചിരി വന്നു. പക്ഷേ ഭദ്ര മാത്രം മിണ്ടാതെ ഇരുന്നു. അവളുടെ മുന്നിൽ തുറന്നു കിടക്കുന്ന ഫയലിലേക്കായിരുന്നു കണ്ണുകളെങ്കിലും മനസ്സ് മുഴുവൻ വേറെ എവിടെയായിരുന്നു. കാശി എന്തിനായിരിക്കും അത്ര ദേഷ്യപ്പെട്ടത്? ഡ്യൂട്ടി സമയത്ത് സംസാരിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ വിവാഹക്കാര്യം പറഞ്ഞത് കൊണ്ടോ? അവൾക്ക് മനസ്സിലായില്ല. അതെ, ഡ്യൂട്ടി സമയത്ത് ഡ്യൂട്ടി മാത്രം ചെയ്താൽ മതി. ആ സിസ്റ്റർ വീണ്ടും പറഞ്ഞു. കാശി സാറിന്റെ സ്വഭാവം അറിയാലോ, ഒന്നും നോക്കില്ല, ടെർമിനേഷൻ ലെറ്റർ അടിച്ച് കയ്യിൽ തരും. അവൾ ശബ്ദം കുറച്ചു. ഇത്ര നല്ല സാലറി വേറെ ഒരു ഹോസ്പിറ്റലിലും ഒരു നേഴ്സിനും കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മളായിട്ട് ജോലി കളയാൻ നിൽക്കണ്ട. അതും പറഞ്ഞ് അവർ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. ശരിയാ എന്ന് മരിയയും ദീർഘനിശ്വാസം വിട്ട് പറഞ്ഞു. ഭദ്ര മാത്രം അപ്പോഴും നിശബ്ദമായി ഇരിക്കുകയായിരുന്നു. അവളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും തെളിഞ്ഞത് കാശിയുടെ ദേഷ്യപ്പെട്ട മുഖം തന്നെയായിരുന്നു. സമയം പതിയെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഭദ്ര ഇടയ്ക്കിടെ കയ്യിലെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. സംഗീത എത്താൻ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പ് അവൾ കുറച്ചു നേരം കൂടി അപ്പച്ചന്റെ അടുത്ത് നിന്ന് സംസാരിച്ചു. അപ്പോഴായിരുന്നു ഫോൺ റിങ് ചെയ്തത്. ഭദ്ര സ്ക്രീനിലേക്ക് നോക്കിയതും മുഖം തെളിഞ്ഞു. ഞാൻ പുറത്തെത്തിയിട്ടുണ്ട്. സംഗീതയുടെ ശബ്ദം. ഞാൻ വരുന്നു. അതും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. അപ്പച്ച, ഞാൻ പോകട്ടെ? അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും, ആഹാ, ഇപ്പോഴേ പോകാൻ സമയമായോ? അപ്പച്ചൻ കുട്ടികളെ പോലെ മുഖം ചൊളിച്ചു. നാളെ വരില്ലേ? വരും. അപ്പൊ നാളെ വന്നിട്ട് കൂടുതൽ നേരം സംസാരിക്കണം. ശരി അപ്പച്ച, അവൾ സ്നേഹത്തോടെ പറഞ്ഞു. ഭദ്ര അപ്പച്ചനോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് നടന്നു. ഹോസ്പിറ്റൽ എൻട്രൻസിലേക്ക് എത്തിയതും അവിടെ ബാഗുകളും ട്രോളിയും ഒക്കെ പിടിച്ചു നിൽക്കുന്ന സംഗീതയെ കണ്ടു. ഭദ്രയുടെ മുഖത്ത് വലിയൊരു സന്തോഷം വിരിഞ്ഞു. എടി, സംഗീത ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. കുറെ നാളെ കണ്ടിട്ട്. അവൾ ഭദ്രയെ കുറച്ചകന്ന് നോക്കി. നീ നന്നായി നിറം വെച്ചല്ലോ. ഇപ്പൊ ഭംഗി കൂടിയിട്ടുണ്ട്. പഴയതിലും സുന്ദരിയായിട്ടുണ്ട്. ഒന്നിനു പുറകെ ഒന്നായി പറഞ്ഞുകൊണ്ട് സംഗീത അവളുടെ കവിളിൽ പിടിച്ചു. മതി മതി, ഭദ്ര ചിരിച്ചു. നീ ക്ഷീണിച്ചിരിക്കുകയാണല്ലോ. പിന്നെ ക്ഷീണിക്കാതെ ഇരിക്കോ? സംഗീത മുഖം ചൊളിച്ചു. ഹോസ്റ്റലിലെ ഫുഡ് ഓർക്കുമ്പോഴേ പേടിയാകും. അത് കേട്ട് ഭദ്ര ചിരിച്ചു. അല്ല, ഇനി എന്താ പരിപാടി? വീട്ടിലേക്കാണോ? പിന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല ഇന്ന് വരുമെന്ന്. വിളിച്ചപ്പോ പറഞ്ഞത് ഞാൻ നാളെ എത്തുമെന്നാണ്. അപ്പോ ഇന്നും നാളെയും ഞാൻ നിന്റെ കൂടെ. മറ്റന്നാൾ രാവിലെ തറവാട്ടിലേക്ക് പോകാം. ശരി, ഭദ്ര ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്താ, അവിടെ പോകാൻ പേടിയാണോ? പേടിയല്ല, സംഗീത നെടുവിറിപ്പെട്ടു. അവിടെ സ്ട്രിക്റ്റ് ആണ്. പിന്നെ വായിക്ക് രുചിയുള്ളത് കഴിക്കാൻ പറ്റും, പക്ഷേ ഫ്രീഡം ഇല്ല. മുത്തശ്ശിയെ അറിയാലോ. അത് കേട്ട് ഭദ്ര ചിരിച്ചു. അതുകൊണ്ട് 2 ദിവസം ടീച്ചറമ്മയുടെയും നിന്റെയും കൂടെ. അപ്പോ പോവാലോ? പോകാം. 2 പേരും ബാഗ് എടുത്ത് നടന്നു. ഒരു ട്രോളി ബാഗ് ഭദ്ര പിടിച്ചു, മറ്റേ ബാഗ് സംഗീതയും. ഹോസ്പിറ്റൽ എൻട്രൻസിൽ നിന്നും ഓട്ടോ പിടിച്ച് അവർ ടീച്ചറമ്മയുടെ വീട്ടിലേക്ക് തിരിഞ്ഞു. വഴിയിലായി ഒരു ബേക്കറി കണ്ടതും ഭദ്ര പെട്ടെന്ന് ഓട്ടോ നിർത്താൻ പറഞ്ഞു. എന്താ? സംഗീത അതിശയത്തോടെ ചോദിച്ചു. 1 മിനിറ്റ്. ഭദ്ര ഇറങ്ങി ബേക്കറിയിലേക്ക് കയറി. കുറച്ച് പലഹാരങ്ങളും സ്നാക്സുകളും വാങ്ങി തിരിച്ചു വന്നു. ഇതെന്താ, അവിടെ കുട്ടികളൊന്നുമില്ലല്ലോ? സംഗീത ചോദിച്ചു. ആരു പറഞ്ഞില്ലാന്ന്? ഭദ്ര കണ്ണിറുക്കി. അവിടെ ഒരു കുട്ടിയുണ്ട്, അരുന്ധതി കുട്ടി. ഞാൻ വരുമ്പോഴേക്ക് ഇങ്ങനെ പലഹാരം നോക്കിയിരിക്കും. ആര്? ടീച്ചറമ്മയോ? സംഗീത ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അതെ. ഭദ്രയും ചിരിച്ചു. ആ ചിരി കണ്ടപ്പോൾ സംഗീത കുറച്ചുനേരം അവളെ നോക്കി നിന്നു. ശരിക്കും മാറ്റമുണ്ട്. ഇപ്പൊ ഭദ്ര ജീവിതം ആസ്വദിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട് എന്ന് അവൾക്ക് തോന്നി. അപ്പോഴായിരുന്നു സംഗീത ഫോൺ വീണ്ടും റിങ് ചെയ്തത്. അവൾ സ്ക്രീനിലേക്ക് നോക്കി. പിന്നെ ഫോൺ ഭദ്രയെ കാണിച്ചു. രവിശങ്കർ. അത് കണ്ടതും ഭദ്ര ചിരിച്ചു. ആ പോലീസുകാരൻ സാറിന് ഇനി എന്താണാവോ ആവശ്യം? എടുക്ക് ഫോൺ. ഇവിടെ വെച്ച് എടുക്കുന്നില്ല. സംഗീത ചുണ്ടു ചൊളിച്ചു. ഇന്ന് അങ്ങേരോട് 2 പറയണം. പൂവാലൻ. പോലീസാണെങ്കിലും ഇങ്ങനെ ഒരു പെൺകുട്ടിയെ വിളിച്ച് ശല്യം ചെയ്യാമോ? ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞാ അത് ഈ ഓട്ടോ ചേട്ടൻ കേൾക്കും. അത് കേട്ട് ഓട്ടോ ഡ്രൈവർ കണ്ണാടിയിലൂടെ ഒന്ന് നോക്കി ചിരിച്ചു. ഭദ്രയ്ക്ക് ചിരി അടക്കാനായില്ല. വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം, സംഗീത ദേഷ്യത്തോടെ പറഞ്ഞു. ഇനി എന്താ പ്രശ്നമെന്ന് എനിക്കറിയണം.
അവളുടെ ഒരു എക്സ്പ്ലനേഷൻ കണ്ടതും ഭദ്ര വീണ്ടും ചിരിച്ചു. പുറത്ത് മഴ കഴിഞ്ഞ് തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരുന്നു. ഹായ്, അപ്പോൾ ദേ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അടുത്ത സ്റ്റോറി താലിയോഗം വേഗം തരാട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും പ്രധാനമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഇഷ്ടപ്പെട്ട ഒരു വാചകം കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത സ്റ്റോറിയുമായിട്ട് കാണാം. ബൈ.